കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന SHO BK അരുണിനും SI സാലിമിനും ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ നമ്മുടെ ഈ കോളേജും നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ മൈതാനത്തിൽ പറഞ്ഞ കഥയുണ്ട് പോലീസുകാരെ കുറിച്ചിട്ട്. ഏതൊരാൾ വളരെ ഗൗരവത്തിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗം നടത്തുന്നത് പോലീസ് സ്റ്റേഷൻ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരാളെ അന്ന് വിടുകയാണ്, കാട്ടിലേക്ക് വിട്ടിട്ട് ഏറ്റവും നല്ല പ്രൊഫഷൻ, ഏറ്റവും നന്നായി ഈ ആളുകളെ പിടിക്കുന്ന ഏറ്റവും വേഗത്തിൽ പിടിക്കുന്ന ആളുകളെ, അതാണ് അവരുടെ ടെസ്റ്റ്. അങ്ങനെ സ്കാൻഡിനേവിയൻ പോലീസ്, വേറെ അമേരിക്കൻ പോലീസ്, ബ്രിട്ടീഷ് പോലീസ്, ഇങ്ങനെ പല ആൾക്കാരും പോകുന്നുണ്ട്. കള്ളനെ വിടും, ഒരു അരമണിക്കൂർ മുമ്പ് മറ്റൊരു പിടിക്കും, ഒരു 5 മിനിറ്റ് ഇങ്ങനെ അനുസരിച്ച് വേഗത്തിൽ പിടിക്കുകയാണ്. നമ്മുടെ അവസാനം കേരള പോലീസിൻ്റെ കൈ കൊടുത്തെന്നാണ് പറയുന്നത്. ഞാൻ ആ കഥ അത്രയും കയറ്റിയിരുന്നോണ്ട് എനിക്ക് തോന്നി. അപ്പോൾ കേരള പോലീസിനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 10-12 മണിക്കൂറായിട്ട് ആളെ കിട്ടണില്ല. അവസാനമായപ്പോൾ ഇവർ അന്വേഷിച്ച് പോവുകയാണ് എന്ത് പറ്റിയെന്നറിയാം. അപ്പോൾ നോക്കിയപ്പോൾ കാടിൻ്റെ ഉള്ളിൽ ഒരു മരത്തുമ്മ കെട്ടിയിട്ടിട്ട് അയാളെ തല്ലിയാണ്. പറയടാ എന്ന് പറഞ്ഞു സമ്മതിക്കാറ് തല്ലിട ഒരാളെ പറ്റി കഥ പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ട് പോലീസ് സംവിധാനം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേണ്ടത്ര മികച്ച രീതിയിലുള്ള കുറ്റാന്വേഷണം ആ രീതിയിൽ നമുക്ക് ഉണ്ടാവാത്തതിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. സമീപിക്കുന്നതിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞൊരു സൈക്കോളജി അതുമായിട്ട് ബന്ധപ്പെട്ട് അവരറിയുന്നതിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. പലപ്പോഴും ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടൊരു SIയും CA ആയിരുന്നു ഷാഹുൽ ഹമീദാണ്. അത് കഴിഞ്ഞിട്ട് മിന്നൽ പലതരത്തിലുള്ള ആളുകൾ വന്നു. നല്ല എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, വിറപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ആളുകൾ കണ്ടാൽ വല്ലാതെ ഇത് ചെയ്യുന്ന ആളുകളൊക്കെ. പക്ഷെ എനിക്ക് തോന്നിയത് നമ്മുടെ അരുൺ സാറപ്പന് തോന്നിയൊരു കാര്യം, നമുക്ക് പറയില്ല, നമുക്ക് ശക്തി വേണം, താക്കീതിനുള്ള പവർ വേണം, നാക്കിനൊക്കെ നല്ല ഇത് വേണം, എല്ലാം. അതിനൊപ്പം തന്നെ എന്തും വേണമെന്നറിയും, ബുദ്ധിയും വേണം. ഇതെല്ലാം കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് അതുകൊണ്ട് അതിലൊരു കാഴ്ച ഞാൻ ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു മുനക്കല് ഉള്ള വിഷയത്തിന്റെ ഒരു ജനമൈത്രി സുരക്ഷാ സമിതി എക്സിക്യൂട്ടീവ് അംഗം KP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ മുഖ്യാതിഥിയായിരുന്നു. പ്രതിപക്ഷ നേതാവ് TS സജീവൻ, KS കൈസാവ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിഹാബ്, PR ബാബു, SIമാരായ കശ്യപൻ, ബാബു KR, രണദീപൻ, ഉണ്ണി പണിക്കശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ജനമൈത്രിയുടെ ഉപഹാരം MLA ഇരുവർക്കും കൈമാറി. SHO BK അരുൺ, SI സാലിം എന്നിവർ മറുപടി പ്രസംഗം നടത്തി. എങ്ങനെ ഇത് എനിക്കാണെങ്കിൽ അന്ന് ഒരു വർഷത്തെ ലോക്കൽ എക്സ്പീരിയൻസേ ഉള്ളൂ. ഇത്ര ഒരു വലിയൊരു ഉത്സവമൊന്നും നടത്തിയിട്ടുള്ള പരിചയവുമില്ല. പക്ഷേ അന്ന് നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ആ ഭരണി നടത്താൻ പറ്റി. 4 ദിവസം യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ നടത്താൻ പറ്റി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ നിങ്ങളെപ്പോലെയുള്ള നല്ലവരായിട്ടുള്ള ആളുകളുടെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു സഹകരണം കൊണ്ടുകൂടെയാണ്. അപ്പോൾ നമ്മൾ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും എന്തായാലും ഈ ഒരു 1.5 വർഷം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എൻ്റെ 16ാമത്തെ പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു കൊടുങ്ങല്ലൂർ. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ട നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞിട്ടുണ്ട്, നീ പോകുന്ന സ്ഥലങ്ങളിൽ 4 P നീ നോക്കണം. ഒന്ന് പോലീസ്, പ്രോബ്ലം, അതുപോലെ തന്നെ പ്ലേസ്, പേഴ്സൺ. ഈ 4 കാര്യങ്ങളാണ് ഓരോ സ്ഥലത്തിലും വ്യത്യസ്തം. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അവിടെയാണ് നല്ലൊരു ബെറ്റർ പോലീസിങ് എന്ന് പറയുന്നത്. നമ്മുടെ പോലീസിൽ തന്നെ വേറൊരു കാര്യവും കൂടിയുണ്ട്, നിയമ സംവിധാനങ്ങളും നിയമപാലകരും എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നിയമം നമുക്ക് എല്ലാ സമയത്തും പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിയമം നീതിയോട് അടുക്കുമ്പോൾ മാത്രമാണ് നിയമമാകുന്നത് എന്നാണ്. അത് നമ്മൾ എങ്ങനെ വളരെ മികച്ചതായിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ചെയ്യാം എന്ന് നമുക്ക് ഉപയോഗിക്കാം. ആനയെ കൊണ്ടു കിടക്കുന്ന പാപ്പാന്റെ കയ്യിൽ തോട്ടി ഉണ്ടെങ്കിൽ തോട്ടി വെച്ചപ്പോഴേ നമുക്ക് ആനയെ ഉപദ്രവിക്കാം. റൂവിൻ വിശ്വം, സുനിൽകുമാർ, ശ്രീജിത്ത്, OC ജോസഫ്, CS തിലകൻ, ശ്രീരഞ്ജിനി, KK രാജൻ, ബഷീർ എന്നിവർ നേതൃത്വം നൽകി.